എൻ്റെ പ്രണയം ഭാഗം 12. നീ ഇത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണോടി പെണ്ണെ? 5 വർഷം ഞാൻ ഈ ചങ്കിൽ കൊണ്ട് നടന്നതിനേക്കാൾ 1000 ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇനി ആർക്കു വേണ്ടിയും ഈ നിരഞ്ജൻ വിട്ടുപോകില്ല, വിട്ടു കൊടുക്കുകയുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇത്രയും ദിവസം താൻ അനുഭവിച്ച വേദന മുഴുവൻ ആ ഒരൊറ്റ ചുംബനത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എൻ്റെ പ്രണയം, അവൾ മനസ്സിൽ പറഞ്ഞു. എൻ്റെ പ്രണയം, അവനും മനസ്സിൽ പറഞ്ഞു. പൊന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ പറ്റില്ല. എന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കും. റോഷൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ആളുകളെത്തും. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോഴല്ല, പിന്നെ. എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നിന്നോട് പറയാനുണ്ട്. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാടൊന്നും എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അറിയാലോ. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ കാത്തിരുന്നോളാം, എത്ര നാൾ വേണമെങ്കിലും, അവൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നാൾ ഞാൻ നിന്നെ കാത്തിരിക്കാൻ സമ്മതിക്കില്ല. ഇത്രയും നാളും കാത്തിരുന്നു ഞാൻ. ഇനിയും വയ്യ പെണ്ണേ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇനി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം. 2 ദിവസമായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്? അങ്ങോട്ട് വരണം. എൻ്റെ ഒപ്പം ഇരുന്ന് വേണം ഓണസദ്യ കഴിക്കാൻ, അവൻ പറഞ്ഞു. അവൾ ചെറിയ പുഞ്ചിരി വരുത്തിക്കൊണ്ട് സമ്മതിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളുടെ പുഞ്ചിരി മാഞ്ഞു. ഏട്ടാ, പൂജ, അവൾ പറഞ്ഞതും നിരഞ്ജൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവളോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്. അറിഞ്ഞുകൊണ്ടാണ് അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് അടുക്കുന്നത്, അവൻ പറഞ്ഞു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. എപ്പോഴും ഏട്ടൻ പറഞ്ഞത്? നിങ്ങളെ അവൾ വെല്ലുവിളിച്ചില്ലേ, അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്? അത് അവൾ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളിൽ ആരെങ്കിലും ആണോ എന്നറിയാനുള്ള ഒരു തന്ത്രമാണ്. എനിക്ക് തരുൺ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ ഏട്ടൻ ആളാരാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ആളെ പറഞ്ഞില്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അവളിനി എന്നെ ആലോചിച്ച് ജീവിതം കളയരുത്. അവൾക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ കൊടുത്തത്. എനിക്കറിയാമായിരുന്നു അവളുടെ വീട്ടുകാരുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചത്. പക്ഷേ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിൽ 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ നടത്തൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഇഷ്ടക്കേടോടെ പറഞ്ഞതും. പക്ഷേ അവൾ വീട്ടിൽ പറയാതെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു നീക്കവുമായി ഇന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ അറിയാലോ, നന്ദച്ചേച്ചി തന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്ക് പ്രണയത്തെ പേടിയാണ്. അന്ന് ഞാൻ നിന്നെ മനസ്സിൽ നിന്നും മറക്കാൻ കുറേ ശ്രമിച്ചു. നീ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അന്ന് ഞാൻ ചെയ്തതാണ്. പക്ഷേ പൂർവാധികം ശക്തിയോടെ നീ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് ചെയ്തത്. ഇനിയും അതുപോലൊരു പ്രശ്നം വയ്യാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അകലാൻ തീരുമാനിച്ചത്. എൻ്റെ വീട്ടിൽ വന്ന അതേ അവസ്ഥ മറ്റൊരു വീട്ടിൽ വന്നാൽ അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, അവരുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതിലൂടെ കടന്നു പോയിരിക്കുന്നത് കൊണ്ട്. അതൊക്കെ ആലോചിച്ചിട്ടാ ഞാൻ എൻ്റെ പ്രണയമെന്ന മനോഹരമായ ആ വികാരത്തെ വെറുത്തത്, അല്ല വെറുക്കാൻ ശ്രമിച്ചത്, അവൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നീയാണെന്ന് ഒരു കാരണവശാലും പൂജ അറിയരുത്. അവളുടെ സ്വഭാവം അറിയാലോ, അവൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവൾക്ക് എന്തിനും കൂട്ടുനിൽക്കുന്ന ഒരു സഹോദരനും അച്ഛനും. അതുകൊണ്ട് നീയാണെന്ന് ഒരു കാരണവശാലും അവരറിയരുത്, നിരഞ്ജൻ വീണ്ടും പൊന്നുവിനെ ഓർമ്മിപ്പിച്ചു. എന്നാ പോകാം. ഇനി എൻ്റെ പെണ്ണായിട്ട് മനസ്സറിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നോളണം. നമ്മുടെ പ്രണയം പരസ്പരം പറഞ്ഞിട്ട് ആദ്യത്തെ ഓണാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അവളും അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമാണെന്ന് അവൾക്കറിയാം. എന്നാ ഞാൻ ചെല്ലട്ടെ? എത്രയും പെട്ടെന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങോട്ട് വരില്ലേ എൻ്റെ പൊന്നു, അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ തിരിഞ്ഞു നടക്കാൻ പോയതും പെട്ടെന്ന് അവൾ കയ്യിൽ പിടിച്ചു. അവൻ എന്താണെന്ന് നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നതേയുള്ളൂ. എനിക്ക് കണ്ട് കൊതി തീരുന്നില്ല, അവൾ പറഞ്ഞു. എനിക്കറിയാം ഇതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി എന്നെ ആലോചിച്ചുകൊണ്ട് നടന്നോ. അതുകൊണ്ട് തന്നെയാ ഞാനൊന്നും പറയാതിരുന്നത്, അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖം
2 കൈകൾ കൊണ്ട് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. എൻ്റെ പ്രണയത്തിൻ്റെ ആദ്യ ചുംബനം. അവൾ കണ്ണുകളടച്ച് ആ ചുംബനം സ്വീകരിച്ചു. പോട്ടെ ഞാൻ, അവൻ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും അവൻ വാതിൽ തുറന്ന് വേഗം താഴേക്കിറങ്ങിപ്പോയി. അവൾ വേഗം ചെന്ന് ബാൽക്കണിയിൽ നിന്നു. അവൻ പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടു. അവൻ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കി. അവനറിയായിരുന്നു അവൾ അവിടെ വന്ന് നിൽക്കുമെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് വേഗം വായെന്ന് കാണിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി കാണിച്ചു. അവൾ വേഗം കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നു. അവൻ ചുംബിച്ച നെറ്റിയിൽ ഇപ്പോഴും ഒരു തണുപ്പുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ വേഗം മുടിയെല്ലാം നന്നായി ചീകി വൃത്തിയാക്കി. നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് ചുണ്ടിൽ ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണാടിയിലേക്ക് നോക്കി. ഇത്രയും നേരം തൻ്റെ മുഖത്തുണ്ടായിരുന്ന സങ്കടം എല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ എന്തോ ഒരു പുതിയ വെളിച്ചമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ താഴേക്ക് ചെന്നു. വേഗം ഡോറടച്ച് നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നടന്നു. എടി, നീ ഉറങ്ങാനെങ്ങാനും പോയതാണോ? എത്ര സമയമായി പോയിട്ട്? അവളെ കണ്ടതും വാണി ചോദിച്ചു. ഇല്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നു, പിന്നെ മുഖമൊക്കെ കഴുകി പോന്നു. അവൾ പറയുമ്പോൾ അവളുടെ മനസ്സിൽ സന്തോഷം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ വീണ്ടും റിസ്ക് എടുത്ത് കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവുമെന്ന്. ശ്രദ്ധ പറഞ്ഞു. ഇനി എനിക്ക് ഒരു റിസ്ക്കും വേണ്ട. എനിക്ക് ഭക്ഷണം വേണ്ട. എൻ്റെ ജീവനും ജീവവായുവും എല്ലാം ഇവിടെയാണ്. അവൾ റോഷനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിരഞ്ജനെ നോക്കി മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് മുറ്റത്ത് 2 വണ്ടി വന്നു നിന്നത്. അത് റോഷൻ്റെ വീട്ടുകാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി. ഏറ്റവും പിന്നിലായി പൊന്നുവും പുറത്തേക്ക് പോകാൻ പോയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ പിടിച്ചത്. പിടിക്കുക മാത്രമല്ല, കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലിൻ്റെ മറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവൾ ഭിത്തിയിൽ ചാരി നിന്നു. അവൾ നോക്കിയപ്പോൾ നിരഞ്ജനായിരുന്നു. അവൾ ചുറ്റും നോക്കി. അതെ, എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. എൻ്റെ കൺട്രോൾ പോകും. ഇപ്പം തന്നെ എത്ര നാളായിന്നറിയോ ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. നിന്റെ ഈ നോട്ടം എന്നെ കൊല്ലാതെ കൊല്ലുന്നു പെണ്ണെ, അവൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ആ കണ്ണുകളിലും ആ മുഖത്തും തന്നോടുള്ള പ്രണയമായിരുന്നു. ഇതുവരെ കാണാതെ പോയ ആ പ്രണയം, അറിയാതെ പോയ പ്രണയം. അങ്ങോട്ട് ചെല്ല്, അവിടെ എല്ലാവരും അന്വേഷിക്കും. വെപ്രാളത്തോടെ വാതിലിനിടയിലൂടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പോയിക്കൊള്ളാം, പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വെച്ച് തന്നതുപോലെയുള്ളൊരു സമ്മാനം എനിക്ക് തരുമോ? അവൻ ചോദിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ വായ തുറന്ന് അങ്ങനെ നിന്നുപോയി. വായ അടച്ചു വയ്ക്ക് പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി. അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന എല്ലാവരെയും കണ്ടത്. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് അവിടെ നിന്നും പോയതെന്ന് അവൾക്ക് മനസ്സിലായി. എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചതും എല്ലാവരും ഇരുന്നു. അവർക്ക് ആദ്യം കുടിക്കാൻ വെള്ളവും കുറച്ച് പലഹാരങ്ങളും കൊടുത്തു. കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. അല്ല, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ, ഇനി ഇതൊക്കെ കഴിക്കണോ? പൂജയുടെ അച്ഛൻ ചോദിച്ചു. അത് ശരിയാണ്, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? നിരഞ്ജൻ്റെ അച്ഛനും ചോദിച്ചു. എല്ലാവരും സമ്മതിച്ചു. എല്ലാവർക്കും താഴെ ഇരിക്കാം അല്ലേ? താഴെ ഇലയിട്ടിരിക്കുന്നതല്ലേ നല്ലത്? താഴെ ഇലയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണം, അതാണ് ഓണസദ്യയുടെ പ്രത്യേകത, റോഷൻ്റെ അപ്പനാണ് പറഞ്ഞത്. പിന്നീട് എല്ലാവരും ഡൈനിങ് ടേബിളെല്ലാം മാറ്റിയിട്ട് താഴെ പായയിട്ട് ഇലയിട്ടു. ഫോർ ദ പീപ്പിൾ മാറി നിന്നതേയുള്ളൂ. അതെ, ഇങ്ങനെ നോക്കി നിൽക്കാതെ ഓരോന്ന് എടുത്തിട്ട് വാ, അമ്മമാർ വന്ന് പറഞ്ഞതും എല്ലാവരും കിച്ചണിലേക്ക് ചെന്നു. പണിയെടുക്കാനാ കൊണ്ടുവന്നതല്ലേ? വാണി അമ്മയോട് ചോദിച്ചു. മിണ്ടാതെ എടുത്തിട്ട് വാടി, അവളെ ആൻറ്റി വഴക്ക് പറഞ്ഞതും പിന്നെ ബാക്കി 3 പേരും ഒന്നും മിണ്ടിയില്ല. എല്ലാം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. അമ്മമാരും ത്രിമൂർത്തികളും ചേർന്നാണ് ഭക്ഷണം വിളമ്പിയത്. റോഷൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നവരും പൂജയുടെ വീട്ടുകാരും പിന്നെ അച്ഛന്മാരും അവരുടെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഇരുന്നു. നിങ്ങൾ കഴിക്കുന്നില്ലേ? റോഷൻ്റെ അമ്മ ചോദിച്ചു. ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങളിരിക്കെ, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടിരിക്കാം, നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് കുശലാന്വേഷണവും സംസാരവും ചിരിയും എല്ലാം ഉണ്ട്. എന്നാൽ അറിയാതെ നിരഞ്ജൻ്റെ കണ്ണുകൾ പൊന്നുവിൻ്റെ മുഖത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ പൊന്നുവും അവനെ നോക്കും. 2 പേരുടെയും മനസ്സുകൾ ഇപ്പോൾ പ്രണയത്താലും സന്തോഷത്താലും നിറഞ്ഞു കവിയുന്നുണ്ട്. നോക്കുമ്പോൾ പരസ്പരം കണ്ണുകൾ എന്തൊക്കെയോ പറയുന്നത് പോലെ. നിരഞ്ജൻ ഇരിക്കുമെന്ന് കരുതിയാണ്
പൂജ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നത്. എല്ലാവരും കഴിച്ച് എഴുന്നേറ്റതും അടുത്ത് അമ്മമാരും ത്രിമൂർത്തികളും ഫോർത്ത് പീപ്പിളും ഇരുന്നു. അവർക്ക് അച്ഛന്മാരും റോഷന്റെ അമ്മയും പൂജയുടെ അമ്മയും റോഷന്റെ 2 സഹോദരന്മാരും കൂടിയാണ് സദ്യ വിളമ്പിയത്. തരുണിന്റെ അടുത്ത് പൊന്നു ഇരിക്കാൻ പോയതും പെട്ടെന്ന് അവിടെ നിരഞ്ജൻ വന്നിരുന്നു. അതുകൊണ്ട് നിരഞ്ജന്റെ അടുത്തായി പൊന്നു ഇരുന്നത്. ഓ, ത്രിമൂർത്തികൾ ഒരുമിച്ചിരുന്നാലേ ഭക്ഷണം ഇറങ്ങുള്ളൂ അല്ലേ? അവരെ നോക്കിക്കൊണ്ട് ഐറ പറഞ്ഞു. അതെ, നിങ്ങൾ 4 നിരന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാറിയിരുന്നാൽ പോരെ? തരുണും ചോദിച്ചു. സദ്യ കഴിക്കുമെങ്കിലും വഴക്കൂടാതിരിക്കാൻ പാടില്ലേ പിള്ളേരെ? ടീച്ചറമ്മ പറഞ്ഞു. എന്നാൽ നിരഞ്ജന്റെ അടുത്ത് ഇതളിരിക്കുന്നത് കണ്ട് പൂജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളെ ആരും മൈൻഡ് ചെയ്തതുമില്ല. അതെ, ഞങ്ങൾ ഇനി എടുത്ത് കഴിച്ചോളാം, എല്ലാം ഇവിടെ വെച്ചോളൂ, ശ്രദ്ധ പറഞ്ഞു. അതെന്താ? അല്ല, നിങ്ങളിങ്ങനെ നോക്കി നിന്നാലേ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞത് കേട്ടതും അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. ആയിക്കോട്ടെ, എന്നതെ നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് എല്ലാം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും റോഷന്റെ അമ്മയും പൂജയുടെ അമ്മയും അച്ഛന്മാരും പോയി. അവരുടെ കൂടെ തന്നെ ബാക്കിയുള്ളവരും പോയി. പിന്നീട് അവിടെ സംസാരിച്ചു കൊണ്ടും പരസ്പരം കൈമാറിയും അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2 പേരുടെ കാലുകൾ പരസ്പരം കൂട്ടിമുട്ടിയത് ആരും അറിഞ്ഞില്ല. നിരഞ്ജന്റെ കാല് പൊന്നുവിൻ്റെ കാലുമായി കൂട്ടിമുട്ടിയിരുന്നു. അവൻ്റെ കാലുകൾ കൊണ്ട് കുഞ്ഞു കുറുമ്പുകൾ അവളുടെ കാലിൽ കാണിക്കുന്നുണ്ട്. അവൾക്ക് ആരെങ്കിലും കാണുമോ എന്നുള്ള പേടിയായിരുന്നു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കണ്ണടച്ച് കാണിക്കും. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയതും അവൻ പതിയെ കാലം മാറ്റി. 2 പേരും ആസ്വദിച്ച് സന്തോഷത്തോടെ ആ സദ്യ കഴിച്ചു. ഇലയിൽ പായസം ഒഴിച്ച് ആസ്വദിച്ച് നിരഞ്ജൻ കഴിക്കുന്നത് കണ്ടതും അവൻ കഴിക്കുന്നത് നോക്കി. പപ്പടവും പഴവും പായസത്തിന് മുകളിൽ ഇട്ടുകൊണ്ട് കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന അവനെ കണ്ടതും അവൾ നോക്കി. അവൾ നോക്കുന്നത് മനസ്സിലായ അവൻ കുറച്ച് പായസം കയ്യിലെടുത്തുകൊണ്ട് വേണോ എന്ന് അവളുടെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവൾ നോട്ടം മാറ്റി. അവൻ ചെയ്തതുപോലെ തന്നെ പായസം ഒഴിച്ച് അതിന് മുകളിൽ പപ്പടവും പഴവും ഇട്ട് അവളും കൂട്ടിക്കുഴച്ചു. അവൾ കഴിക്കാൻ പോയതും പെട്ടെന്ന് അവളുടെ ഇലയിൽ നിന്നും അവൾ കൂട്ടിക്കുഴച്ച പായസം അവൻ കൈകൾ കൊണ്ട് കോരിയെടുത്തുകൊണ്ട് പോയത്. മിന്നൽ പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ പെട്ടെന്ന് ചുറ്റും നോക്കി. എല്ലാവരും ആസ്വദിച്ച് പായസം കുടിക്കുന്ന തിരക്കിലായതുകൊണ്ട് കണ്ടില്ല എന്ന് തോന്നിയതും അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം ഇട്ടു. പിന്നെ അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ അവളുടെ ഇലയിൽ നിന്നും എടുത്ത പായസം കുടിച്ച് അവൻ്റെ ഓരോ വിരലുകളും ചപ്പി നുണയുന്നതാണ് അവൾ കണ്ടത്. അവൻ എന്താ എന്ന് പുരികം പൊക്കി ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇനിയും വേണം. അവൻ ആരും കേൾക്കാതെ കുറച്ചു മാറി അവളുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ദൈവമേ, ഈ ചെക്കന് ഭ്രാന്തായോ? ഇതിലും നല്ലത് പറയാതിരുന്നത് തന്നെയായിരുന്നു, അവൾ മനസ്സിൽ വിചാരിച്ചു പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അവൾ പായസം കുടിച്ചു. അപ്പോഴാണ് അവളുടെ ഇലയിലേക്ക് വയ്ക്കുന്ന ഒരു ഗ്ലാസ് അവൾ കണ്ടത്. അതിൽ പകുതി കുടിച്ചു വെച്ച മറ്റൊരു പായസമായിരുന്നു. നിരഞ്ജനാണ് അത് നീക്കി വെച്ച് കൊടുത്തത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ആ ഗ്ലാസ് എടുത്ത് കുടിച്ചു. അത് കണ്ടതും നിരഞ്ജൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു. ഇല അവിടെ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾ എടുത്തോളാം എന്ന് അമ്മമാർ പറഞ്ഞതും ഇല അവിടെ തന്നെ വെച്ചുകൊണ്ട് ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി. കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൂജ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലേ? കൈ കഴുകി മുണ്ടിൽ മുഖം തുടയ്ക്കുന്ന നിരഞ്ജനോട് ചോദിച്ചു. കുറച്ച്, അവൻ പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് തരുണും എറിക്കുമെത്തി. എന്താടോ, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ വല്ല പരിപാടിയുണ്ടോ? സ്ഥലം കുറയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു, തരുൺ ചോദിച്ചു. ഇവളുടെ പഠിപ്പ് വെച്ച് കൃഷി ചെയ്യാനേ ഇവൾക്ക് പറ്റൂ, എറിക്ക് പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നത് കണ്ടതും എറിക്കും നിരഞ്ജനും ചിരിച്ചു. അപ്പോഴാണ് ഓടി വന്ന് ഐറ എറിക്കിന് കൈ കൊടുത്തത്. നന്നായി ഏട്ടാ, ഞാൻ കേട്ടു ഏട്ടൻ പറഞ്ഞത്. പിന്നെ നിരഞ്ജൻ സാർ, അല്ലെങ്കിൽ വേണ്ട, അത് ട്യൂഷൻ സെൻ്ററിൽ വിളിക്കുന്നതല്ലേ. നിരഞ്ജൻ ചേട്ടാ, ഫ്രീ ആയിട്ട് ഒരു ഉപദേശം ഞാൻ തരട്ടെ. ഞങ്ങൾ 4 പേർക്കും തോന്നിയതാണ്. ചേട്ടൻ ഇപ്പോൾ പോയ ആ സാധനമില്ലേ, അതിനെ കെട്ടിക്കഴിഞ്ഞാൽ ഏട്ടൻ്റെ ജീവിതം നായ നക്കിയതുപോലെയാകും. അതുകൊണ്ട് തീരുമാനം നിരഞ്ജൻ ചേട്ടൻ എടുക്കാം. വെറുതെ നായ നക്കി ജീവിതം കളയണോ, അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ പ്രണയിച്ച് ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടണോ? ചേട്ടനോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് ചേട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. എടാ,
ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആ സാധനം പറഞ്ഞിട്ട് പോയത് കറക്റ്റാണ്. വീട്ടുകാർ പലതും പറയും, ജീവിക്കേണ്ടത് നീയാണ്. ഇപ്പോൾ പോയ ആ സാധനത്തിനെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം അവൾ പറഞ്ഞതുപോലെ നായ നക്കിയതുപോലെയാണ്. ഞങ്ങൾക്കൊന്നും നിന്റെ ജീവിതത്തിൽ പിന്നെ ഒരു സ്ഥാനം ഉണ്ടായില്ല. നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും അവൾ തരില്ല. നീ നോക്കിക്കോ, നിന്റെ ഇഷ്ടമാണ്. തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും. എറിക്ക് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എറിക്കും തരുണും അവിടെ നിന്ന് പോയതും നിരഞ്ജൻ അങ്ങനെ തന്നെ നിന്നു, ആർക്കും കാണാത്ത ഒരു പുഞ്ചിരിയുമായി. പിന്നീട് അവിടെ എല്ലാവരും സംസാരിക്കുകയും വിശേഷങ്ങൾ പറയലും എല്ലാം ആയിരുന്നു. അതിനിടയ്ക്ക് റോഷൻ്റെ അനിയന്മാർ റോബിൻ BA ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. റോഹൻ ബാങ്കിൽ ജോലിക്ക് കയറിയിട്ട് അധികം ആയിട്ടില്ല. അവരെക്കുറിച്ച് നന്ദചേച്ചി പറഞ്ഞ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഫോർ ദ പീപ്പിൾ അവരുമായി നല്ല കൂട്ടായി. അവരുമായിട്ട് മാവിൻ ചുവട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ത്രിമൂർത്തികൾ വരുന്നത് കണ്ടത്. രക്ഷപ്പെട്ടല്ലേ അവരുടെ ഇടയിൽ നിന്നും ശ്രദ്ധ ചോദിച്ചു. അയ്യോ, രക്ഷപ്പെട്ടു എന്നോ? എന്തൊരു തള്ള കേൾക്കുന്നത്. അവരുടെ കുട്ടിക്കാലം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്. ജീവനോടെ വിട്ടത് ഞങ്ങളുടെ ഭാഗ്യം. തരുൺ പറഞ്ഞു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എരുതിയിൽ നിന്നും വറുതിയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് വാണി പുറകെ വരുന്ന പൂജയെ കാണിച്ചു കൊടുത്തു. ഇവളെന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നത്? എടാ, സാധനത്തിനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോടാ, എറിക് നിരഞ്ജനോട് പറഞ്ഞു. അതെന്താ ആ പെൺകുട്ടി ഞങ്ങളുമായി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ? റോഷൻ്റെ സഹോദരൻ റോബിൻ ചോദിച്ചു. അയ്യോ, ചേട്ടനെ അവൾ സംസാരിക്കാത്തതിൽ വിഷമമുണ്ടോ? എന്നാൽ കുറച്ചേരം സംസാരിച്ചു നോക്ക്, ആ വിഷമം മാറിക്കോളും, വാണി പറഞ്ഞു. പൂജ അവരുടെ അടുത്തേക്ക് വന്നു. നിരഞ്ജൻ ചേട്ടാ, ക്ലബിലെ പരിപാടി തീർന്നിട്ടുണ്ടാവില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ? അവൾ ചോദിച്ചു. ഞാനില്ലടോ, ഇവരൊക്കെ ഉള്ളതല്ലേ, താൻ പോയിക്കു വേണമെങ്കിൽ, നിരഞ്ജൻ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നിരഞ്ജൻ ചേട്ടനാ നോക്കുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ലടോ, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ എല്ലാവരും കൂടി നടത്തുന്ന പരിപാടിയല്ലേ, ഞാനില്ലെങ്കിലും അവിടെ നടത്താൻ ആളുണ്ട്. പിന്നെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. പിന്നെ അവൾക്ക് എന്ത് പറയണം എന്നറിയാതെ അവൾ അവിടെ നിന്നു. അപ്പോൾ ചേട്ടൻ പഠിക്കുന്ന കോളേജിൽ ഞങ്ങൾക്ക് അടുത്ത വർഷം അഡ്മിഷൻ കിട്ടുമോ? വാണി ചോദിച്ചു. എന്തിനാ? ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ട്, തരുൺ പറഞ്ഞു. പിന്നെ നല്ല മാർക്കുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ കിട്ടും, അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് കോളേജിൽ നോക്കേണ്ടി വരും, എറിക്ക് പറഞ്ഞു. നിങ്ങളെ അധികം ബലം പിടിക്കണ്ട. ഈ നിരഞ്ജൻ ചേട്ടനുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം രക്ഷപ്പെട്ടത്. എക്സാം ടൈമിൽ നിരഞ്ജൻ ചേട്ടൻ കുത്തിപ്പിടിച്ചിരുന്ന് പഠിപ്പിച്ചത് കൊണ്ട് രണ്ടും രക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നത് കേട്ടോ, വാണി പറഞ്ഞു. എങ്ങനെയാണെങ്കിലും എന്താടി, ഞങ്ങൾ നല്ല മാർക്ക് മേടിച്ച് ജയിച്ചില്ലേ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചോളൂ, തരുൺ പറഞ്ഞു. ഞങ്ങൾ നിരഞ്ജൻ ചേട്ടൻ്റെ സ്റ്റുഡൻസ് ആണല്ലോ അല്ലെങ്കിലും, ഐറ പറഞ്ഞു. അതല്ല പറഞ്ഞത്, ഇനി എക്സാം ഒക്കെ ആകുന്ന ടൈമിൽ പ്രത്യേകം ട്യൂഷൻ വേണമെങ്കിൽ അവൻ എടുത്തു തരും അല്ലേടാ, തരുൺ ചോദിച്ചു. നിരഞ്ജൻ പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അതിനെന്താ, എടുത്തു തരാലോ, അവൻ പറഞ്ഞു. അവൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞത്. അവൾ അവൻ്റെ മുഖത്ത് മുഖമുയർത്തി നോക്കാനേ പോയില്ല. നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് കണ്ണെടുക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് തോന്നി. നിരഞ്ജൻ ചേട്ടാ, എനിക്ക് കൂടി എടുത്തു തരുമോ? പെട്ടെന്ന് പൂജ ചോദിച്ചു. നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന രീതിയിൽ എറിക് തരുണിനെ നോക്കി. നിരഞ്ജൻ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നുള്ള രീതിയിൽ തരുണിനെ നോക്കി. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിൽ പലർക്കും ഈ പ്രണയം പരിചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.